നോഹയുടെ പെട്ടകം ഇപ്പോൾ ഔദ്യോഗികമായി കണ്ടെത്തി. തുർക്കിയിലെ ഉയർന്ന പർവ്വത നിരകളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഗവേഷകരുടെ ഒരു സംഘം നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങളിലെ സാമ്യതയുള്ള മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങൾ അവർ കണ്ടെത്തി. Get ready for this one. A team of American researchers working in the high mountains of Turkey have uncovered what appear to be hidden tunnels similar to the descriptions of the biblical account of Noah's Ark. പിരമിഡുകൾക്ക് കീഴിൽ ഒരു വലിയ ഭൂഗർഭ നാഗരികതയുണ്ടെന്ന് കണ്ടെത്തിയ ആൻഡ്രൂ ജോൺസ് എന്ന പുരാവസ്തു ഗവേഷകൻ കഴിഞ്ഞ വർഷം പിരമിഡുകളിൽ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യയാണ് ഇവിടെയും അവർ ഉപയോഗിച്ചത്. ഉടമ്പടിയുടെ പെട്ടകം അഥവാ ആർക്ക് ഓഫ് ദ കവനന്റ് ഈ പർവ്വതത്തിന് മുകളിലാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 3D സ്കാനുകളിൽ നിന്ന് പുറത്തു വന്ന ഫലങ്ങൾ 4 മീറ്റർ നീളവും 2 മീറ്റർ ഉയരവും വരെ പോകുന്ന ഒരു വലിയ തുരങ്കം അവിടെയുണ്ട്. വ്യത്യസ്ത മുറികളും ഹാളുകളും വ്യത്യസ്ത മുറികൾക്കിടയിൽ വിഭജനം ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം നിർമ്മിച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വലിയ ഹാളിന്റെ ഷേപ്പും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 4 മീറ്റർ താഴേക്ക് ഒരു തുരങ്കമുണ്ട്. കൂർത്ത മുകൾ ഭാഗം മുതൽ പെട്ടകത്തിന്റെ രൂപീകരണത്തിന്റെ മധ്യരേഖയെ പിന്തുടർന്ന് മധ്യഭാഗത്ത് ഒരു വലിയ പാറക്കെട്ട് ഉള്ളിലേക്ക് ബന്ധിപ്പിക്കുന്ന സീരീസ് ഓഫ് വോയിഡ്സ് അഥവാ ശൂന്യതകളുടെ ഒരു പരമ്പര. നമുക്ക് അത് ഈ വീഡിയോയിൽ പരിശോധിക്കാം. യഥാർത്ഥ നോഹയുടെ പെട്ടകം കൂടുതൽ പരിശോധിക്കുന്നതിന് മുമ്പ് ആൻഡ്രൂ ഫോക്സ് ന്യൂസ് എന്ന ചാനലിൽ ഏറ്റവും പുതിയതായി എന്താണ് പങ്കിട്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് അതിൽ പറയുന്നത് എന്ന് ഞാൻ മലയാളത്തിൽ നിങ്ങളോട് പറയാം. തുർക്കിയിലെ ഉയർന്ന പർവ്വതങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഗവേഷകരുടെ ഒരു സംഘം നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾക്ക് സമാനമായ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങൾ അവർ കണ്ടെത്തി. നോഹയുടെ പെട്ടകം യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ പുതിയ തെളിവുകൾക്ക് കഴിയുമെന്ന് ഞങ്ങളുടെ അടുത്ത അതിഥി പറയുന്നു. ഈ ബൈബിൾ രഹസ്യത്തെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റി. 1 mile from the Iranian border and in this remote area, this boat formation was discovered in 1959. But our new research has shown that there are tunnels about 4 meters down and about 2 meters high going down the center of the boat and on the inside edge of the hull shape. And so we really believe that this layout showing tunnels and also possible support beams and walls would suggest that it's a man-made object and not just a natural formation. നോക്കുക, ഈ വീഡിയോയിൽ പറയുന്നത് ആൻഡ്രൂ ജോൺസ് ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 1 മൈൽ അകലെയാണ്. ഈ വിദൂര പ്രദേശത്ത് ഈ ബോട്ട് രൂപീകരണം 1959 കണ്ടെത്തിയത്. എന്നാൽ ഞങ്ങളുടെ പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ബോട്ടിന്റെ മധ്യഭാഗത്തും ഹാളിന്റെ ആകൃതിയുടെ അകത്തെ അരികിലും ഏകദേശം 4 മീറ്റർ താഴെയും ഏകദേശം 2 മീറ്റർ ഉയരത്തിലും തുരങ്കങ്ങൾ ഉണ്ട് എന്നാണ്. അതിനാൽ തുരങ്കങ്ങളും സാധ്യമായ സപ്പോർട്ടിംഗ് ബീമുകളും മതിലുകളും കാണിക്കുന്ന ഈ ലേഔട്ട് ഇതൊരു മനുഷ്യ നിർമ്മിത വസ്തുവാണെന്നും പ്രകൃതിദത്ത രൂപീകരണം മാത്രമല്ല എന്നും സൂചിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പല ഭൂഗർഭ ശാസ്ത്രജ്ഞരും അതിനോട് വിയോജിക്കുന്നു. അവർ പറയുന്നത് എന്താണ്? നോക്കൂ, ഇതൊരു പ്രകൃതിദത്ത രൂപീകരണം മാത്രമാണ്. പക്ഷേ ആൻഡ്രൂ അത് നോക്കുമ്പോൾ അത് വളരെ സ്വാഭാവികമായി തോന്നുന്നില്ല. ധാരാളം ഗവേഷണങ്ങൾ, നിരവധി പുരാവസ്തു ഗവേഷകർ ഇതേ സ്ഥലത്ത് ഇതിനകം തന്നെ ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. കൂടാതെ പുരാവസ്തു വകുപ്പ് അവരെ ആ സ്ഥലത്ത് കുഴിക്കാനോ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാനോ അനുവദിക്കാത്തതിനാൽ ഇത് ഒരുതരം സ്വാഭാവിക രൂപീകരണമാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. പലരും യഥാർത്ഥത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ആൻഡ്രൂ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. അങ്ങനെ കണ്ടെത്തിയതിൽ നിന്ന് ആ പഴയ ഗവേഷണങ്ങളെല്ലാം അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയ ഏറ്റവും പുതിയ ഗവേഷണത്തിൽ നിന്ന് പൂർണ്ണമായും തള്ളിക്കളയുന്നതായി നമുക്ക് തോന്നാം. കാരണം ഇത് 100% യഥാർത്ഥ നോഹയുടെ പെട്ടകമാണെന്നും ബൈബിളിലെ പഴയ നിയമത്തിലെ നോഹയുടെ പെട്ടകം തന്നെയാണെന്നും അദ്ദേഹം പറയുകയാണ്. നമുക്ക് വീഡിയോ കാണുന്നത് ഇപ്പോൾ തുടരാം. First of all, you have to explain how did an earthen formation get into the shape of a ship, and then is exactly 300 cubits long, which is the length given in the book of Genesis in the Bible. And so we have the exact length, we have the ship shape, and we're in the right location. And now we're also seeing that the soil inside is different from right outside the formation. So we have 3 times more organic matter found inside versus right outside. So it's a distinct object and not just part of the mountainside. ഒന്നാമതായി, ഒരു ഭൂമിയുടെ രൂപീകരണം ഒരു കപ്പലിന്റെ ആകൃതിയിൽ എത്തിയത് എങ്ങനെയെന്ന് നമ്മൾ വിശദീകരിക്കണം. അതിന് കൃത്യമായി 300 മുഴം നീളമുണ്ട്. അത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന നീളം തന്നെയാണ്. അതിനാൽ നമുക്ക് കൃത്യമായ നീളമുണ്ട്, കപ്പലിന്റെ ആകൃതി നമുക്കുണ്ട്, നമ്മൾ ശരിയായ സ്ഥലത്തുമാണ്. ഇപ്പോൾ നമുക്ക് ഉള്ളിലെ മണ്ണ് രൂപീകരണത്തിന് പുറത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും കാണുവാൻ കഴിയും. അതിനാൽ നമുക്ക് പുറത്തുള്ളതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ ജൈവ വസ്തുക്കൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ ഇതൊരു പ്രത്യേക വസ്തുവാണ്.
പർവ്വതത്തിന്റെ ഭാഗവുമല്ല. തുടർന്ന് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയി ഈ തുരങ്കങ്ങളിൽ ചിലത് പര്യവേക്ഷണം ചെയ്ത് ഒരു കൃത്യമായ ഉത്തരം ലഭിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതാണ് അടുത്ത ലക്ഷ്യം എന്ന് ആൻഡ്രൂ അവിടെ പറയുന്നു. തുർക്കി സർവകലാശാലകൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. That is the next goal, and we're really hoping that the Turkish universities will be able to do that. And so that's the plan, and that's what we've suggested. And we're even wanting to help with designing a robot that can go down into these tunnels and film and take samples. അതാണ് പദ്ധതി, അതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിത്രീകരിക്കാനും സാമ്പിളുകൾ എടുക്കാനും കഴിയുന്ന ഒരു റോബോട്ട് രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകിയ എല്ലാ സമയത്തെയും എല്ലാ പരിശ്രമത്തെയും അടിസ്ഥാനമാക്കി നിങ്ങൾ നോഹയുടെ പെട്ടകം കണ്ടെത്തിയെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. അതെ, നോഹയുടെ പെട്ടകമായ പ്രശസ്തമായ കപ്പലിന്റെ യഥാർത്ഥ റിമെയിൻസ്, കുഴിച്ചിട്ട അവശിഷ്ടങ്ങൾ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആൻഡ്രൂ പറയുന്നു. സംശയാലുക്കളെ ബോധ്യപ്പെടുത്താനും ഈ സ്ഥലം ലോകത്തെ കാണിക്കാനും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം ശാസ്ത്രീയമാണോ അതോ ആളുകളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണോ എന്ന് അവർ ചോദിക്കുന്നു. ഇത് രണ്ടുമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. അത് രണ്ട് വഴികളിലൂടെയും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ നിങ്ങൾ പർവ്വതങ്ങളിൽ ഇതുപോലുള്ള ഒരു പുരാവസ്തു സ്ഥലം കണ്ടെത്തുമ്പോൾ പുരാവസ്തു ഗവേഷകർ അതിൽ ഇടപെടുന്നു, അവർ ശാസ്ത്രം ചെയ്യുന്നു, തുടർന്ന് വിശ്വാസികൾ പുറത്തു വന്ന് അത് കാണാൻ ആഗ്രഹിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരീകരിക്കുന്നു. അതിശയകരമായ ഒരു വീഡിയോ ആണ് അല്ലേ? എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് ഒരു പക്ഷേ ഏറ്റവും മികച്ചത്. ഇതുവരെ എടുത്ത സ്കാനുകളിൽ നിന്ന് ആൻഡ്രൂ പറഞ്ഞതനുസരിച്ച് ബോട്ട് ആകൃതിയിലുള്ള ഈ പർവ്വതത്തിനുള്ളിലുള്ള ഈ മണ്ണ് ആ ആകൃതിക്ക് പുറത്തുള്ള മണ്ണിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് പുതിയ പുരാവസ്തു സംഘം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Soil sampling, 88 samples from inside and outside of the formation. And the reason why we did that was in 2024, we had a soil scientist here from Australia and also the Turkish geologist, Dr. Bayrak Tutan. And I told him, hey guys, look at the site. There's something going on. And it's the first time I noticed it. Maybe it happens every year. But you have yellow grass growing inside. But right outside the parameter of this boat shape, it's green. So I said, there's something in the soil. Let's find out what it is. പ്രത്യക്ഷത്തിൽ അവർ ലാബുകളിൽ പരിശോധനയ്ക്കായി മണ്ണ് പോലും അവർ അയച്ചിട്ടുണ്ട്. ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നതായി തോന്നി. കാരണം ഫലങ്ങൾ കാണിക്കുന്നത് മണ്ണിനുള്ളിൽ യഥാർത്ഥത്തിൽ അഴുകിയ തടിയുടെ അംശങ്ങൾ ഉണ്ട് എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന അഴുകിയ തടിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാസവസ്തു ആ പ്രത്യേക മണ്ണിൽ അവർ കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാണണം. ഫോർമേഷന്റെ അകത്തും പുറത്തും നിന്ന് 88 സാമ്പിളുകൾ ഞങ്ങൾ റാൻഡമായിട്ട് മണ്ണ് സാമ്പിൾ അഥവാ സോയിൽ സാമ്പിളിങ് ചെയ്തു എന്നവർ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രൂ പറഞ്ഞു, മണ്ണിൽ എന്തോ ഉണ്ടെന്ന്. അടിസ്ഥാനപരമായി അവർ കണ്ടെത്തിയത് ഈ സൈറ്റിനുള്ളിൽ 3 ഇരട്ടി കൂടുതൽ ജൈവ വസ്തുവാണെന്നാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, ശരി, അതിൻ്റെ അർത്ഥം എന്താണെന്ന്? ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ ഇരുന്ന് മണ്ണിൽ പൊതിഞ്ഞ ഒരു ജീർണിച്ച മരം കൊണ്ടുള്ള വള്ളമാണെങ്കിൽ ആ മരം മണ്ണിൽ ഇത് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. അതിനാൽ നമുക്ക് 38% കൂടുതൽ പൊട്ടാസ്യം അവിടെയുണ്ട്. മരം അഴുകുന്നത് പൊട്ടാസ്യത്തെ ബാധിക്കുന്നു, അത് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവർ വളരെ ഉയർന്ന അളവിൽ പൊട്ടാസ്യം കണ്ടെത്തി. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി മരം വിഘടിപ്പിക്കുമ്പോൾ മാത്രം കാണപ്പെടുന്ന ഒരു ജൈവ വസ്തുവാണ്. അതിനാൽ ആൻഡ്രൂവിൻ്റെ ഏറ്റവും പുതിയ സ്കാനുകൾ അനുസരിച്ച് പെട്ടകത്തിൻ്റെ മുഴുവൻ വലിപ്പവും ഇത്രയും വർഷങ്ങളായി നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വലുതാണെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും പുതിയ ഗവേഷണം അനുസരിച്ച് മുഴുവൻ കപ്പലിനും 300 മുഴം നീളവും ബോട്ടിൻ്റെ ഉയരം 515 അടി നീളവുമുണ്ട്. അത് വളരെ വലുതാണ്. ഇത് ഒരു വലിയ പർവ്വതം പോലെ കാണപ്പെടാനും സാധ്യതയുണ്ട്. അത്രയും വലുപ്പമുണ്ട് അതിന്. നിർഭാഗ്യവശാൽ ഇത് നോഹയുടെ പെട്ടകമാണെന്നതിന് 100% ശക്തമായ തെളിവ് ലഭിക്കുന്നതുവരെ തുർക്കി ഡിപ്പാർട്ട്മെന്റ് നിലവിൽ ഒരു പുരാവസ്തു ഗവേഷകനെയും ഈ സ്ഥലം ഖനനം ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഈ സ്ഥലത്ത് നടത്തുന്ന എല്ലാത്തരം ഖനന പ്രവർത്തനങ്ങൾ അവർ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പെട്ടകത്തിന്റെ കൃത്യമായ ആകൃതി അറിയാൻ ആദ്യം ഒരു പൂർണ്ണമായ സ്കാൻ നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനാൽ ഭാവിയിൽ അവർ കുഴിക്കാൻ തുടങ്ങിയാലും തീർച്ചയായും ഇത് ഏറ്റവും വലിയ ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് ഉറപ്പിക്കാം. ഇത് യഥാർത്ഥ നോഹയുടെ പെട്ടകമായി മാറിയാൽ ഈ സ്ഥലത്തിന് കേടുപാടുകൾ വരുത്താൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ നല്ല വാർത്ത എന്തെന്നാൽ ആൻഡ്രൂവിൻ്റെ സംഘത്തിന് ഇപ്പോൾ നോഹയുടെ പെട്ടകത്തിലേക്ക് നയിക്കുന്ന വളരെ ചെറിയൊരു ദ്വാരം തുറക്കാൻ അവർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ അവർ ഇപ്പോൾ മിനി റോബോട്ടുകളെ അയക്കാൻ പോകുന്നു. അവയിൽ എക്സ്റേ വിഷൻ ക്യാമറയും ഒരുതരം 3D സ്കാനിങ് സാങ്കേതിക വിദ്യയും അവിടെ ഉണ്ടാകും. നോഹയുടെ പെട്ടകം എങ്ങനെ ഇരിക്കുമെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കി തരും. അതിനാൽ ആൻഡ്രൂവിൻ്റെ സംഘം തുർക്കി സർക്കാരിനോട് അനുമതി ഇതിനകം തേടിയിട്ടുണ്ട്. ഈ മിനി റോബോട്ടുകൾ അവിടെ പ്രവേശിക്കുമ്പോൾ
മുഴുവൻ സ്ഥലത്തിൻ്റെയും ശരിയായ സ്കാൻ ലഭിക്കുകയും അത് നോഹയുടെ പെട്ടകത്തിൻ്റെ മികച്ചൊരു സ്കാനായി മാറുകയും ചെയ്താൽ അപ്പോഴാണ് പുരാവസ്തു സംഘത്തിന് ഈ സ്ഥലത്ത് ഖനനം ആരംഭിക്കുന്നതിന് പെർമിഷൻ ലഭിക്കുകയുള്ളൂ. അവിടെ അവർ ഔദ്യോഗികമായി നോഹയുടെ പെട്ടകം എന്നേക്കുമായി പുറത്തെടുക്കാനും സാധ്യതയുണ്ട്. അത് മുഴുവൻ മനുഷ്യരാശിയിലും വെച്ച് എക്കാലത്തെയും ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായിരിക്കുമെന്നതിന് സംശയമില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ലോകം മുഴുവൻ ബൈബിളിൽ വിശ്വസിക്കാൻ നിർബന്ധിതരാകും. കാരണം പിന്നെ മറ്റൊരു മതവും സത്യമാണെന്ന് കണക്കാക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ പറയും. യഥാർത്ഥ നോഹയുടെ പെട്ടകം കണ്ടെത്തിയാൽ ഇനി വാദങ്ങളൊന്നും നിലനിൽക്കില്ല. നമ്മുടെ നാഗരികത ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ നടന്ന മഹാപ്രളയത്തെ ന്യായീകരിക്കുന്നതിൽ നോഹയുടെ പെട്ടകം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ബിഗ് ബാങ് തിയറിയൊക്കെ ഇനി ഇല്ലാതാകാൻ പോവുകയാണ്. മറ്റ് ധാരാളം ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന മഹാപ്രളയം സത്യമായി കണക്കാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിഞ്ഞുകൊള്ളുക. ഇത് ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായിരിക്കും. എല്ലാ മതങ്ങളും വിശ്വാസികളും ഭാവിയിൽ മുന്നോട്ട് പോകാൻ പോകുന്ന രീതിയെ അത് മുഴുവൻ മാറ്റാൻ പോകുന്ന ഒരേ ഒരു കണ്ടെത്തലായിരിക്കും ഇത്. ലോകം മുഴുവൻ കാണേണ്ട ഒരു വീഡിയോ ഇതാണെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഇത് മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇനിയും ധാരാളം വിവരങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ പുറത്തു വരാൻ പോകുകയാണ്. അതിനാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഈ പുതിയ കണ്ടുപിടുത്തം പുറത്തു വരികയും നോഹയുടെ പെട്ടകം യഥാർത്ഥമാണെന്ന് ലോകം ഇതിനകം തെളിയിക്കുകയും ചെയ്താൽ തീർച്ചയായും ധാരാളം ആളുകൾ ബൈബിൾ തുറന്ന് ദൈവവചനം വായിക്കുവാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങൾ നോഹയുടെ പെട്ടകം സത്യമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു സോ മച്ച്.